കൗസുവിന് വല്ലാത്തൊരു മാറ്റം. ഇവൾക്ക് എന്താ പറ്റിയേ? ഇന്നലെ ഹൻസികയുടെ ഒരു വീഡിയോ പുറത്തിറങ്ങിയത് മാത്രമേ ഓർമ്മയുള്ളൂ. വീഡിയോ എന്ന് പറഞ്ഞ സംഭവം ലീക്ക്ഡ് ആണ്. ഇൻസ്റ്റാഗ്രാമിലെ സബ്സ്ക്രിപ്ഷൻ ഉണ്ടില്ല, അത്യാവശ്യം ശരീരം എക്സ്പോസ്ഡ് ആക്കിക്കൊണ്ട് ഹൻസിക ചെയ്തൊരു വീഡിയോ. ഓരോരുത്തരുടെ ഉള്ളിലിരിപ്പ് ഇപ്പോഴല്ലേ മനസ്സിലാവുന്നത്. ഉള്ളിലിരിപ്പാ എന്തൊക്കെയാണല്ലോ അവള് കാണിച്ചു കൂട്ടുന്നത്. ഒരു ഉളുപ്പ് വേണ്ട മനുഷ്യനാണെന്നുണ്ടെങ്കിൽ ഞാൻ വേറെ ഒന്നും ചെയ്തില്ല, ഇത്രേ ചെയ്തുള്ളൂ. സത്യം പറഞ്ഞാൽ നല്ല ബോറായിട്ടുണ്ട്. ഇത് കണ്ട് ക്രഷ് അടിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും, അത് വേറെ കാര്യം. അതുകൊണ്ടാണല്ലോ ഒരു വീഡിയോ ലീക്ക് ആയതിന് പിന്നാലെ ഹൻസികയുടെ സബ്സ്ക്രിപ്ഷൻ എടുക്കാൻ വേണ്ടി ജനം തിക്കും തിരക്കും കൂട്ടും. അത് നേരാ സാറേ, 5000 രൂപ പോലും ഓരോരോ തട്ടിപ്പുകളെ. എന്നിട്ട് 5000 കൊടുത്തോ? മുഖത്തേക്ക് നോക്ക്. ഈ ശരീരത്തിന് മുകളിൽ ഒരു തലയും ഉണ്ടായിരുന്നു. രാത്രി വെളുത്തപ്പോഴേക്കും 300-ലധികം സബ്സ്ക്രൈബേഴ്സാണ് നമ്മൾക്ക് ഒറ്റയടിക്ക് അടിച്ചു കയറിയത്. ഇങ്ങനെ കൂടാൻ കാരണം വേറെ ഒന്നല്ല, നമ്മൾ നേരത്തെ കണ്ട ലീക്ക്ഡ് വീഡിയോ തന്നെയാണ്. എന്നെ കൊണ്ട് ഇത്രയൊക്കെ പറ്റുള്ളൂ. ആ വീഡിയോ കണ്ട് പലതും പ്രതീക്ഷിച്ചിട്ടാണ് ആളുകൾ തിക്കും തിരക്കും കൂട്ടി സബ്സ്ക്രൈബ് ചെയ്യുന്നത്. ആവശ്യക്കാരന് ഔചിത്യമില്ല എന്നല്ലേ പറയാറ്. ഹൻസികയുടെ ഈ വീഡിയോ കണ്ടപ്പോ കൃഷ്ണകുമാറിന്റെ ഒരു പഴയ ഇന്റർവ്യൂ ആണ് എനിക്ക് ഓർമ്മ വന്നത്. പറയാറ് ഭയങ്കര കൂൾ ഡാഡി എന്നാണ് പറയാറ്. കൃഷ്ണകുമാർ അദ്ദേഹത്തിന്റെ പെൺകുട്ടികൾക്ക് നൽകുന്ന പോലത്തെ ഒരു ഫ്രീഡം, അതാണ് ഓരോ അച്ഛനും നൽകേണ്ടത് എന്ന് പറയാറുണ്ട്. എന്നാൽ തുറന്നു പറയണം, സത്യം സത്യമായി കേൾക്കാൻ എനിക്ക് വലിയ ഇഷ്ടമാണ്. ആദ്യം തിരുത്തട്ടെ, ഈ സ്വാതന്ത്ര്യം നിങ്ങളുടെ കയ്യിലിരിക്കുന്നത്, ഞാൻ തരേണ്ടതല്ല. അയ്യോ, അത് പിന്നെ അങ്ങനെയാണല്ലോ. ഈ നിങ്ങൾ പിന്നെ കാണുന്ന പോലെ അത്ര കൂളൊന്നും അല്ല. ഞാൻ ഈ പിള്ളേർക്കൊക്കെ നല്ല വഴക്കും ചീത്തയൊക്കെ കൊടുത്തിട്ടുള്ളതാണ്. ഇപ്പൊ സോഷ്യൽ മീഡിയ ആയിക്കോട്ടെ, whatever it is, ഓവർ യൂസ് അപകടം തന്നെയാണ്. അത് നമ്മുടെ അന്തസ്സിന് ചേർന്നല്ല. അപ്പൊ ഇതെല്ലാം നിയന്ത്രിക്കുക. ഇതങ്ങ് വെറുതെ വിട്ടാ പറ്റില്ല, നമ്മൾ പ്രതികരിക്കണത്. അതെ, നിയന്ത്രിച്ച് ഒടുവിൽ മകൾ സോഷ്യൽ മീഡിയയിൽ പോയി തുണയിച്ചിടുന്നത് വരെ എത്തിയ കാര്യങ്ങൾ.